സഹിക്കാൻ വയ്യ. ഇത് ഞാനൊന്ന് ആഘോഷിക്കും. ഈ സന്തോഷത്തിന് ഞാൻ എന്റെ കെട്ടിയന്റെ കൈയും പിടിച്ച് ഒരു ഡാൻസ് ചെയ്യും. വിപിൻ, അരവിന്ദൻ സാറിനെ വിളിച്ചിട്ട് കിട്ടിയോ? സാർ എന്താ പറഞ്ഞത്? സാറ് ഫോൺ എടുക്കുന്നില്ല. അതെ, ഇനി അധികം ചടങ്ങുകളൊന്നും ബാക്കിയില്ല. ഇവിടുന്ന് പന്തലിലേക്ക് പോയാ പിന്നെ താലി കെട്ടാ. അതിനു മുമ്പ് അരവിന്ദൻ സാർ ഇവിടെ എത്തണം. അതിന് എന്തെങ്കിലും വഴിയുണ്ടോ? ഒന്നുകിൽ പോലീസ് കോൺഫറൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഡ്യൂട്ടി ഉണ്ടാവും. ഒരുപക്ഷെ അതുകൊണ്ട് ഫോൺ സൈലന്റ് ആക്കിയിട്ടുണ്ടാവും. ഇത്രയും മിസ്ഡ് കോൾ കണ്ട ഉറപ്പായിട്ട് സാറ് തിരിച്ചു വിളിക്കും. പാർവതി ഒന്ന് ടെൻഷൻ അടിക്കാതിരിക്കുക. താലി കെട്ടിന് മുൻപ് ആ റിപ്പോർട്ടുമായി അരവിന്ദ് സാർ ഇവിടെ എത്തിയിരിക്കും. എനിക്ക് നല്ല പേടിയുണ്ട്. ബിബിൻ, ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കൂ. ആ, ബെല്ലുണ്ട്. അയ്യോ, എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, എന്തേലും അർജന്റ് ഡ്യൂട്ടിയിലായിരിക്കും. എന്തിപ്പോ ചെയ്യാ വിപിനെ? ആലോചിക്കുമ്പോ തന്നെ എന്റെ തല ചുറ്റുന്ന പോലെ. ഞാൻ പറയുന്ന എന്റെ ഗൗരവം വിപിന് പോലും മനസ്സിലാവുന്നില്ലെന്ന് തോന്നുന്നു. പാർവതിയുടെ ടെൻഷൻ കണ്ടാൽ അറിയില്ലേ, ആ റിപ്പോർട്ടുമായി അരവിന്ദ് സാർ വന്നില്ലെങ്കിൽ വലിയ പ്രോബ്ലം ഉണ്ടാവുന്ന. ഒരു കാര്യം ചെയ്, ഈ ഫോൺ കയ്യിൽ വെച്ചോ. ഇത് അരവിന്ദ് സാറിന്റെ നമ്പറാ. ഇടയ്ക്കിടയ്ക്ക് ഇതിന്ന് വിളിച്ചു നോക്ക്. ഒന്ന് ട്രൈ ചെയ്യാം. അല്ല, ഇതിലെങ്ങനെ വിളിക്കുന്നേ? നമ്പർ കാണുന്നില്ലേ? ഇവിടെ പ്രസ് ചെയ്താ കോള് പോവും, ഇവിടെ പ്രസ് ചെയ്താ കട്ടാവും. വിളിക്കുമ്പോ അരവിന്ദ് സാർ എടുത്തില്ലെങ്കിൽ തിരിച്ചു വിളിക്കുമല്ലോ, അപ്പോ ഇത് പ്രസ് ചെയ്താൽ മതി. നിന്റെ ഈ ഒരുക്കം കണ്ടാ തോന്നും വിവാഹം നിന്റെയാണെന്ന്. വിശാൽ സാറ് ജാസ്മിനെ വിവാഹം കഴിക്കുന്നതിന് ഓമനയ്ക്ക് ഒരു വിഷമവും ഇല്ലല്ലേ? അല്ല, അതെന്താ നീ ഇപ്പൊ അങ്ങനെ ചോദിച്ചത്? വിഷമമുണ്ടെങ്കിൽ നിനക്ക് പ്രിയപ്പെട്ടവരെ നീ ക്ഷണിക്കുമായിരുന്നോ? ഓ, ഞാൻ വേറെ ആരെയും ക്ഷണിച്ചിട്ടില്ലല്ലോ. അനുക്കുട്ടിയെ മാത്രമല്ലേ ക്ഷണിച്ചിട്ടുള്ളൂ. അതെന്റെ ഒരു ഐഡിയ. ഈ വീടും ഇവിടത്തെ സെറ്റപ്പ് ഒക്കെ കണ്ട ഞാൻ ഈ വീട്ടിലെയാണെന്നും വലിയ കോടീശ്വരനാണെന്നൊക്കെ അവള് തെറ്റിദ്ധരിക്കുമല്ലോ. ഞാൻ ഈ കുടുംബത്തിലെ ഒരു ഇത്തിൽ കണ്ണിയാണെന്ന് അവക്ക് മനസ്സിലാകത്തുമില്ല. അങ്ങനെ അവൾക്ക് എന്നോട് താല്പര്യം തോന്നും. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ബുദ്ധിയൊക്കെ കൊള്ളാം, പക്ഷേ ആനക്കുട്ടി വരില്ല. വരില്ലേ? എന്താ കാരണം? വേറൊരു പഴഞ്ചൊല്ല് പറഞ്ഞാ മതിയോ? ഞാൻ എന്താ പഴഞ്ചൊല്ല്? കാള വാല് പൊക്കുന്നത് എന്തിനാണെന്ന് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. ആനക്കുട്ടിയെ ബുദ്ധിയുള്ളവളാ.
അപ്പൊ എന്റെ ഐഡിയ ചീറ്റിപ്പോയി. അതാ നീ പറയുന്നത്. അത് പതിവാണല്ലോ ഇങ്ങനെ ഒരു മണ്ടൻ. മണ്ടന്നിന്റെ നീ പോണ വഴിക്ക് ലൈംഗിക തട്ട നോക്കിക്കൊള്ളാം കേട്ടോ. ഓമനേട്ടാ, പാർവതി വലിയ ടെൻഷനില്ല. ഈ വിവാഹം നടന്ന എന്തൊക്കെയോ വലിയ അനർത്ഥങ്ങൾ ഉണ്ടാവുമെന്നാ പാർവതി പറയുന്നത്. വലിയ അപകടം ഉണ്ടാവും. പക്ഷേ അരവിന്ദൻ സാർ ചില കടലാസുമായി വന്നാ ഒന്നും പേടിക്കാനില്ല. അതന്നെ ഞാനും പറഞ്ഞു വരുന്ന. അരവിന്ദൻ സാറിനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഞാനും പാർവതിയും കുറെ നേരമായി അദ്ദേഹത്തെ ട്രൈ ചെയ്യുന്നു. ഫോൺ എടുക്കുന്നുമില്ല, തിരിച്ചു വിളിക്കുന്നുമില്ല. പോലീസ് ഓഫീസർ അല്ലേ, 24 hours ബിസി ആയിരിക്കും. ഈ ഡ്യൂട്ടിക്കിടയിൽ എപ്പോഴും ഫോൺ അറ്റൻഡ് ചെയ്യാൻ കഴിയില്ലല്ലോ. പക്ഷേ താലികെട്ടിന് മുമ്പ് അരവിന്ദ് സാർ ഇവിടെ എത്തണം. തിരിച്ച് വിളിക്കുന്നുമില്ല. ഇനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല. അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ അറിയിച്ച് ഓമനേട്ടൻ കൂട്ടിക്കൊണ്ട് വരണം. എനിക്കാണെങ്കിൽ ഇവിടെ നിറങ്ങാനും പറ്റില്ല. അമ്മയുടെ വക 100 ചോദ്യങ്ങളുണ്ടാവും. ഓമനേട്ടൻ പോയി അരവിന്ദ് സാറിനെ ഒന്ന് കാണാവോ? ഈ അരവിന്ദ് സാർ ഇപ്പൊ ഇവിടെ ഉണ്ട്? അതൊന്നും എനിക്കറിയില്ല. ഞാനും വരാം അമ്മനെ, നമുക്ക് കണ്ടുപിടിക്കാം. ആകാശത്തിലൂടെ പറക്കുന്ന ക്യാമറയുള്ള ഒരു സാധനം ഇല്ലേ, ഡ്രോൺ. അതിനേക്കാൾ ശക്തിയുണ്ട് എന്റെ കണ്ണുകൾക്ക്. ഞാൻ അരവിന്ദൻ സാറിനെ കണ്ടുപിടിച്ചു തരാം. വാ. താലികെട്ടിന് മുൻപ് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കണം. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. പടാ. മണിക്കുട്ട, ഞാൻ ആദ്യമായിട്ടാ ഈ പോലീസ് സ്റ്റേഷനിൽ പോകുന്നേ. ചെറിയൊരു പേടിയുണ്ട് എന്റെ മനസ്സിൽ. എടാ മണ്ട, പോലീസുകാര് നമ്മളെ സഹായിക്കാനിരിക്കുന്നവരാ, അല്ലാതെ പിടിച്ച് വിഴുങ്ങാനിരിക്കുന്നവരല്ല. അപ്പൊ പേടിക്കാനൊന്നുമില്ലല്ലേ? നീ വെറുതെ അതും ഇതും പറഞ്ഞ് നേരം കളയല്ലേ. എത്രയും വേഗം അരവിന്ദ സാറിനെ നമ്മളവിടെ എത്തിച്ചില്ലെങ്കിൽ അറിയാലോ. പോലീസ് എടാ, അവിടെ ചെക്കിംഗ് ആണെന്ന് തോന്നുന്നു. നമുക്ക് അവരെടുത്ത് അന്വേഷിക്കാം. എടാ, ഞാൻ ഒറ്റയ്ക്ക് പോണോ? എനിക്കാണെങ്കിൽ പോലീസിനെ പേടിയാ. സാരമില്ല, ഞാനും കൂടെ വരാം. ഈശ്വരാ, രക്ഷിക്കണേ. തന്നോട് നിർത്താൻ പറഞ്ഞില്ലല്ലോ. ഇല്ല, ഒരു കാര്യം അറിയാന്. ഈ അരവിന്ദ സാറ് സ്റ്റേഷനിലുണ്ടാവൂ? എന്താ കാര്യം? അത്യാവശ്യമായിട്ടൊന്ന് കാണുമായിരുന്നു. അരവിന്ദ് സാറിന്റെ വീട്ടിൽ പോയിട്ടാ ഞാൻ വരുന്നത്. സാറ് വീട്ടിലില്ല. ഫോൺ വിളിച്ചപ്പോഴാണെങ്കിൽ റിങ്ങും ഉണ്ട്, പക്ഷെ എടുക്കുന്നുമില്ല. അരവിന്ദ് സാർ ഒഫീഷ്യലായിട്ട് എവിടെ പോയതാ? നിങ്ങൾക്ക് പരാതി കൊടുക്കാനാണെങ്കിൽ സ്റ്റേഷനിൽ പോയാൽ മതി. പരാതി കൊടുക്കാനൊന്നുമല്ല, നേരിട്ട് കാണേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. എനിക്കറിയില്ല, നിങ്ങൾ വിളിച്ചു നോക്ക്. ഇനി സീറ്റ് ബെൽറ്റ് പോവാ, ഇല്ലെങ്കിൽ പണി കിട്ടും. കേറി പെട്ടെന്ന്. ഓമനെ, താലികെട്ട് കഴിഞ്ഞതിന് ശേഷം അരവിന്ദൻ സാറിനെ അവിടെ എത്തിച്ചിട്ട് കാര്യമില്ല. താലി കെട്ടുന്നതിന് മുമ്പ് സാറിനെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഓമനെ ഒന്ന് ആലോചിച്ച് നോക്ക്. എവിടെ പോയതാണെന്ന് അറിയാതെ എങ്ങനെ കണ്ടുപിടിക്കാനാ മണി? ഏതായാലും നാളെ നേരം വിളിക്കുന്ന ഒരു സമയമുണ്ട്. മാത്രമല്ല, ഇത് സാധാരണ നടക്കുന്ന ഒരു കല്യാണം അല്ലല്ലോ. അതെന്താ? എല്ലായിടത്തെയും പോലെ അല്ല ഗായത്രി വിലയിലെ വിവാഹം. ആ തറവാട്ടില് പണ്ടുള്ളവർ ഉണ്ടാക്കി വെച്ച കുറെ ചടങ്ങുകളുണ്ട്.
ഇന്നും അതൊക്കെ ചെയ്യണമെന്ന അച്ഛമ്മയ്ക്കും അങ്കിളിനും ഒക്കെ നിർബന്ധം. എന്തൊക്കെ പൂജയും കർമ്മങ്ങളും അങ്ങനെ പലതും. അതെല്ലാം കഴിയട്ടെ താലികെട്ട്. അതുവരെ നമുക്ക് സമയമുണ്ട്. ഇവിടെ നിർത്ത്. ഓമനെ, ഞാൻ ആ ഭാഗത്ത് പോവാ. ഓമനെ ഈ വഴി പോ. അരവിന്ദൻ സാറിനെ കണ്ടുകിട്ടിയാ മതിയായിരുന്നു. വഴിയിൽ കാണുന്ന എല്ലാ പോലീസുകാരോടും അരവിന്ദൻ സാറിനെ കണ്ടോന്ന് അന്വേഷിക്കുകയും വേണം. ഉദയന്നൂരമ്മ നമ്മളെ അരവിന്ദൻ സാറിന്റെ അടുത്ത് എത്തിക്കും. ഉദയന്നൂരമ്മ നമ്മളെ ഒരിക്കലും കൈവിടില്ല. ഇനി എവിടെ ചെന്ന് അരവിന്ദൻ സാറിനെ കണ്ടുപിടിക്കുന്നത്? അരവിന്ദൻ സാറല്ലേ അത്? അരവിന്ദൻ സാറേ, അരവിന്ദൻ സാറേ, അരവിന്ദൻ സാറേ. ബോധമില്ലല്ലോ. എന്തോ അപകടം പറ്റിയതാ. എന്താ ഇപ്പൊ ചെയ്യാ? സാർ, സാർ, അരവിന്ദൻ സാർ. ഞാനാ സാറിന്റെ മുഖത്ത് വെള്ളം തെളിച്ചത്. സാറിനെ അന്വേഷിക്കാൻ പാറു എന്നെ പറഞ്ഞയച്ചത്. സാറിന് മനസ്സിലായില്ലേ? പാർവതി, വിശാൽ സാറിന്റെ ഭാര്യ. പാർവതി കാണാൻ അവിടേക്ക് വരികയായിരുന്നു ഞാൻ. ഈ ഫയല് പാർവതി ഏൽപ്പിക്കാനുള്ളതാ. പരിശോധനാ ഫലം കിട്ടിയോ സാർ? ആ, കിട്ടി. എന്തുപറ്റി സാർ? തല കറങ്ങുന്ന പോലെ. എന്റെ കൂടെ ഉണ്ടായിരുന്ന ആളെയും കൂട്ടി ഞാൻ ഇപ്പൊ വരാം. സാർ ഇവിടെ തന്നെ ഇരിക്കണേ. ഇതിവിടെ കാണുന്നില്ലല്ലോ. അരവിന്ദ സാറിനെ കാണുന്നില്ല. സാറിന് തിരക്കി പോയ മണിക്കുട്ടനെ കാണുന്നില്ല. ഇതിന് എവിടെ പോയി തപ്പാനാ? എടാ ഓമനെ, അരവിന്ദ സാർ അവിടെ ഉണ്ട്. എവിടെ? അവിടെ, ആ ഇടവഴിയില്. നടക്കാൻ പോലും വയ്യ. എന്തോ അപകടം പറ്റിയെന്നാ തോന്നുന്നേ. നീ ഒന്ന് വേഗം വന്നേ. അപകടോ? അരവിന്ദ സാറിന്? இந்த பஞ்சாயத்தில் ஹுங்கு பெருத்தவள் அறிவளோ, அந்த துஞ்சானத்துள்ள கொம்பத்தை வம்பத்தி அறிவளோ, പണ്ട് ആദാമിനെ കൊണ്ടാപ്പിള് തീറ്റിച്ച പെണ്ണിവളോ, അന്നേ ആണിന്റെ വാരിയൽ ഉരിക്കാൻ വന്നൊരു പെണ്ണിവളോ, കൊഞ്ചം വിവരക്കേടും കാമ്പും പിന്നെ അഹന്തവേരും കൂമ്പും എന്നും ഉരുട്ടിക്കുഴച്ച് കഴിച്ചു കൊടുത്ത പെണ്ണിവളോ, 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 പെണ്ണിവളോ. പഞ്ചായത്തില് இந்த பஞ்சாயத்திല് പഞ്ചം പഠിച്ചവൻ അറിവനോ, ചുമ്മാ നെഞ്ചു പിരിച്ചു നെഞ്ചി കടിക്കുന്നത് അറിവനോ, കള്ളവാശിയും നടിച്ച് മീശ പിരിക്കുന്നത് അറിവനോ, ഉള്ള കള്ളത്തരങ്ങളിനുള്ളിൽ ഒളിക്കുന്നത് അറിവനോ. ഇത് കറങ്ങി തിരിയും ഭൂമി, ഇതിനുടമ പെരിയ
നല്ല ചുവന്ന കളറുള്ള ധരം പക്ഷെ ചായം പുരട്ടേണം ഈ കവിള് തൊടുത്തു മിനുങ്ങാൻ ആണിൻ കയ്യു പതിക്കേണം ഞാൻ പട്ടണം പഠിച്ച പെണ്ണ എന്റെ തൊട്ടാലൊട്ടന കണ്ണ എന്ത് കണ്ടാലും കേട്ടാലും കൊത്തിപ്പെറുക്കും ഞാൻ ഒരു കഥയില്ലാത്ത പെണ്ണ് മനസ്സലിവില്ലാത്ത പൊന്നെ നിന്റെ ലവലില്ലാത്ത നാവടി കേൾക്കാൻ അരിവരോ 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 പഞ്ചായത്തിലെ ഗാർഗി വേറൊന്നുമല്ല, വിവാഹമാണ്. ഡാൻസും പാട്ടും കൂത്തും ആഘോഷവും എല്ലാം എല്ലായിടത്തും പതിവുമാണ്. ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോ കൂടെ നിൽക്കുന്നവരുടെ മാനസികാവസ്ഥ കൂടി നിങ്ങൾ പരിഗണിക്കണം. അച്ഛാ, ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്നതേ വിശാൽ ബ്രോയുടെ വിവാഹമല്ല, ജാസ്മിന്റെ തോൽവിയാ. എല്ലായിടത്തും അഹങ്കാരത്തോടെ നിന്നിട്ടെ ഒടുവിൽ എന്ത് സംഭവിച്ചു? ഇവള് ചവിട്ടി താഴ്ത്തിയ പാർവതിയുടെ കാല് ഇവൾക്ക് തന്നെ പിടിക്കേണ്ടി വന്നില്ലേ? അതാണ് ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അവസാന നിമിഷം വിവാഹം മുടങ്ങാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും വലിയ മര്യാദകേടാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഒരു പെൺകുട്ടിയുടെ ഭർത്താവിനെ തട്ടിയെടുത്ത് സ്വന്തമാക്കാൻ ചതിക്കുഴി ഒരുക്കുന്നവരോടെ മര്യാദ കാണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. ദൈവങ്ങള് പാർവതിയോട് ദയ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ലക്ഷണം കാണിച്ചു തരികയും ചെയ്തു. ഈ വിവാഹം നടക്കാൻ ഒരു കാരണവശാലും ദൈവങ്ങൾ സമ്മതിക്കില്ല. ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്നതേ അതുകൊണ്ട് ഓടിയാ. നിർത്തടി. ലക്ഷണക്കേട് വിളിച്ചു പറയുന്നോ? വിനയ്, നിന്റെ ഭാര്യയെ നിലയ്ക്ക് നിർത്താൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ ആണാണെന്ന് പറഞ്ഞ് നടക്കരുത്. നിനക്കൊന്ന് കിട്ടാത്തതിന്റെ കുറവുണ്ട്. വിനയ്, എല്ലാവരും നീതികേട് കാണിച്ച് ഒരു പെൺകുട്ടിക്ക് വേണ്ടി സംസാരിക്കുന്നതേ തെറ്റൊന്നും അല്ലല്ലോ. പാർവതിയുടെ ഭാഗത്ത് നിൽക്കുന്നു എന്നുള്ള കാരണം കൊണ്ടേ നീ ഗാർഗിയെ തല്ലിയാൽ എന്നും ശരിയുടെ ഭാഗത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഞാൻ നിന്നെ തിരിച്ചു തല്ലും. വിനയ്, വേണ്ട. വിവാഹം നടക്കില്ല എന്നുള്ള വിശ്വാസത്തില് ചിലരിവിടെ സെലിബ്രേറ്റ് ചെയ്യുമ്പോ വിവാഹം നടക്കാൻ 100% ഉറപ്പുള്ള നമ്മൾക്കും സെലിബ്രേറ്റ് ചെയ്യാലോ. ജാസ്മിൻ, ഇനി ഡാൻസ് നിന്റെ വക.